ആരുമല്ല ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ആരുമല്ല. മാത്രമല്ല കിബീർ ബാക്കവി ഉസ്താദിന്റെ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ അടുത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ദുഃഖകരമായ രണ്ട് സംഭവമാണ് നമ്മുടെ ഇടയിലൂടെ നടന്നുപോയത്. ഒന്ന് വയനാടിൽ നടന്ന ആ ഒരു ദുരന്തം, അതേപോലെ അങ്കോള എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ആ ഒരു ദുരന്തം. ഈ രണ്ടും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. ഈ അടുത്ത് തന്നെ അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ വേണ്ടി തെരച്ചിലിൽ ഇടയ്ക്ക് ആ ഒരു തെരച്ചിൽ സഫലീകരമായി അദ്ദേഹത്തെ കിട്ടി എന്നുള്ളതാണ് നമ്മളെല്ലാവരും അറിഞ്ഞ ഒരു വാർത്ത. എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യുക എന്ന് ആദ്യം തന്നെ പറയുകയാണ്, അവർക്ക് അതിന് താങ്ങാനുള്ള ശേഷി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോൻ്റെ അകത്ത് വരാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ഒരു സംഭവം നടന്ന സമയത്ത് കുറേ ഉസ്താദന്മാരൊക്കെ ഇതിന് വേണ്ടി ആ ഒരു ചെറുപ്പക്കാരന് വേണ്ടി, അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടി ദുആ ചെയ്യുകയും അത് അവരുടെ മജ്‌ലിസുകളിലൊക്കെ ദുആ ചെയ്യുകയും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിത് മറച്ച് ഇരിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ എല്ലാവരും ഇത് അറിയേണ്ട ഒരു വിഷയമാണ്. മതം തലക്ക് ഭ്രാന്ത് പിടിച്ച ചില ആൾക്കാരൊക്കെ ഈ ഒരു സംഭവമല്ലാതെ മറ്റ് സംഭവങ്ങൾ വന്നപ്പോൾ മതം തലക്കേറിയ ആൾക്കാർ പല രീതിയിലും സംസാരങ്ങളൊക്കെ സംസാരിച്ചതായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. ഉസ്താദന്മാരെ സംബന്ധിച്ച് താഴ്ത്തി പറയുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും വലിയ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ്, ഇവിടെ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ആ ഒരു സംഭവം സംഭവിച്ച സമയത്ത് തന്നെ സിറാജുദ്ദീൻ ഖാസിമി ആവട്ടെ, നൗഷാദ് ബാക്കവി ആവട്ടെ, കബീർ ബാക്കവി ഉസ്താദ് ആവട്ടെ, ഇങ്ങനെ പല പല ഉസ്താദന്മാർ, മജ്‌ലിസ് നടത്തുന്ന ഉസ്താദന്മാരൊക്കെ ആ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അവർ ഒരിക്കലും മതം നോക്കിയിട്ടില്ല. അർജുന് ഏ മതത്തിലാണ് പെട്ടതെന്ന് നോക്കിയിട്ടില്ല. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് നമ്മൾ എല്ലാവരും കണ്ടത്. ഇത് പറയാനുള്ള, ഈ ഒരു വീഡിയോനകത്ത് പറയാനുള്ള കാരണവും ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണവും, ഇതിനു മുമ്പും കുറേ സംഭവങ്ങളിലൊക്കെ മതം നോക്കിയെന്ന് പറഞ്ഞ് മതം ഭ്രാന്ത് പിടിച്ച ചില ആൾക്കാരൊക്കെ പറയുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഫേസ് ക്യാമിൽ വീഡിയോ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വോയിസ് ഓവറിൽ വന്ന് നിങ്ങളോട് മുമ്പിലേക്ക് അറിയിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ആ ഉസ്താദന്മാരെ അഭിനന്ദിക്കുക തന്നെ ചെയ്യണം. കാരണം ആ ചെറുപ്പക്കാരനെ കിട്ടാൻ വേണ്ടി എത്രയോ ഉസ്താദന്മാർ നമുക്ക് വീഡിയോയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്ത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില മാസങ്ങൾക്ക് മുമ്പ് അർജുന് ഈ ഒരു സംഭവം അവിടെ നടന്ന ആ ഒരു ആദ്യം സമയത്ത് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് അവസാനമായിട്ട് ഈശ്വർ മൽപേ എന്ന് പറയുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും ചേർന്നാണ് ഈ ഒരു ദൗത്യം പൂർത്തിയാക്കിയത്. അവരെയും അഭിനന്ദിക്കാൻ നമുക്ക്. അതേപോലെ ഗ്ലോറിയുടെ ഓണറായിട്ടുള്ള മനാഫ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെയും ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. ഓരോ മനുഷ്യനും അവരുടെ കടമകൾ നിർവഹിക്കുമ്പോൾ ഇദ്ദേഹം ഒരു ഓണറായിട്ട് തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനേക്കാൾ അപ്പുറം അദ്ദേഹം നല്ലോണം പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മളത് കണ്ണുകൊണ്ട് കണ്ടത് തന്നെയാണ്. ആദ്യം മുതൽ തന്നെ 2 മാസത്തിനടുത്തോളമായെങ്കിലും അവിടെ തന്നെ അതിന് വേണ്ട എല്ലാ വ്യവസ്ഥകളും ചെയ്ത് അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക്, എങ്കിലും ആ ഒരു അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ അതിനെ തിരക്കുമായിരുന്നു എന്നാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലോറിയിൽ മുഴുവനായിട്ടും അർജുനൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ലോറിയുടെ പേരുകൾ മാറ്റി അർജുൻ എന്ന പേര് വെക്കും എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാൻ വേണ്ടി കഴിയും. ആ അർജുനനെ കിട്ടിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവിടെ സംസാരിച്ചത്. അർജുന് ആരുമല്ല, അദ്ദേഹത്തിൻ്റെ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ഓണർ മാത്രമാണ്. പക്ഷെ അത്രത്തോളം അദ്ദേഹം അടുത്ത് കണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള അപകടങ്ങൾ തൊട്ട് നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കട്ടെ. അതേപോലെ എല്ലാവരും ഇതിനു വേണ്ടി പരിശ്രമിച്ച
അവർക്കെല്ലാവർക്കും റഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിനി കബീർ ബാക്കവി ഉസ്താദിൻ്റെ അവസാനമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്ലിപ്പ് നമുക്ക് കേട്ടു നോക്കാം. എല്ലാവരും ഈ ഒരു ക്ലിപ്പ് കണ്ടു നോക്കണം, അവസാനം ഭാഗം വരെ കേട്ടിരിക്കണം. അടിമാത്രമേൽ നിസ്സാരണല്ല എന്ന് ലോകത്തോട് പറയുക. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ, നമ്മുടെ കൂടെ ജോലിയെടുക്കുന്ന ആൾ, ഗംഗാവാലിപ്പുഴയിൽ ഒലിച്ചുപോയ അർജുനനെ 71 ദിവസത്തിന് ശേഷം ഇന്ന് അർജുനന്റെ മൃതദേഹം കിട്ടി. ഞാൻ വല്ലാതെ ഓർത്തു പോവുകയാണ്. ഈ അടുത്ത സമയത്ത് മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ച 2 കാഴ്ചകളുണ്ട്. ഒന്ന്, വയനാട് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടൽ നടന്നപ്പോ അവിടെ നിന്ന് ആരോടും യാത്ര പറയാൻ കഴിയാതെ, പെട്ടെന്നൊന്ന് കാണാൻ കഴിയാതെ കളിക്കളത്തിൽ നിന്ന് തിരിച്ചുപോയി രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാത്ത് മേപ്പാടി ഗവൺമെന്റ് ഹോസ്പിറ്റലില് മോർച്ചറിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തണുത്തുറഞ്ഞ 100 മൃതദേഹങ്ങളെ വലിപ്പ ചെറുപ്പമില്ലാതെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു വരുമ്പോ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരൊക്കെ മോർച്ചറിയുടെ മുമ്പിൽ പൊട്ടിക്കരയുമ്പോ 13, 14, 15 വയസ്സുള്ള 3 കുട്ടികൾ, അവരുടെ പേര് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദിൽ, അഖിൽ എന്നു പേരുള്ള ഒരാൾ കൂടിയാണ്. ഞാൻ പെട്ടെന്ന് വായിച്ചു പോയൊരു വാർത്തയാണ്. ആ 3 കൊച്ചുകുട്ടികൾ മോർച്ചറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഓരോ മൃതദേഹത്തെയും നോക്കുന്നുണ്ട്. അവർ ആരെയോ കാത്തു നിൽക്കുകയാണ് മേപ്പാടിയിലെ മോർച്ചറിയുടെ മുമ്പിൽ. ആരെയെന്നറിയോ? ഇന്നലെ വൈകുന്നേരം ഗ്രൗണ്ടിൽ കളിച്ച തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണാൻ, തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണാൻ അവർ കാത്തിരിക്കുകയാണ്. 13, 14 വയസ്സുള്ള കുട്ടികൾ ഇന്നലെ ഒന്നിച്ച് കലവില വെച്ചവരോട്, കളിയിൽ കലകം വെച്ചവനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്തൊരു മനസ്സാണ് ആ മനുഷ്യരുടെ മനസ്സ്! ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് എത്ര നിർബലമാണ്! അവർ അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ മോർച്ചറിയുടെ മുമ്പിൽ കാത്തു നിൽക്കുകയാണ്. രണ്ടാമത്തെ കാഴ്ച, തന്റെ ഉപജീവന മാർഗം തേടി തന്റെ വാഹനത്തിന്റെ വെറും ഒരു ഡ്രൈവർ, മനാഫിന്റെ കൂടെ പുറപ്പല്ല, മനാഫിന്റെ വീട്ടിലെ അംഗമല്ല, അവൻ പോകുന്ന വഴിയിൽ വിശ്രമിക്കുന്നതിന്റെ ഇടയിൽ അതുപോലൊരു മലവെള്ളപ്പാച്ചിലിൽ, ഒരു മലയിടിച്ചിലിൽ ഒഴുകിപ്പോയി ഗംഗാവാലിപ്പുഴയുടെ അഗാധതകളിലേക്ക് തന്റെ ഒരു തൊഴിലാളി നടന്നു പോകുമ്പോ 71 ദിവസമായി ഗംഗാവാലിപ്പുഴയുടെ ഓളങ്ങളുടെ മുമ്പിൽ എന്റെ അർജുനനെയും കാത്തും മനാഫ് നിൽക്കുമ്പോ അതൊരു മനുഷ്യനത്തിന്റെ ഉദാത്തമായ മാതൃകയാണ്. അവനെ ഗംഗാവാലിപ്പുഴയുടെ ഓളങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരില്ല, എനിക്ക് അർജുന വേണം, എന്റെ ലോറി നിങ്ങൾ എടുത്തോളൂ ഇന്നവൻ പറയുന്ന കരട് വളർത്തുന്ന ഒരു വാർത്തയുണ്ട്. അവനെ അപഹസിച്ചവരുണ്ട്, പരിഹസിച്ചവരുണ്ട്, മുൻവിധിയോടെ പറഞ്ഞവരുണ്ട്. ആ ലോറി നിങ്ങൾ അവന്റെ മൃതദേഹം എടുത്ത് അവന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് എന്റെ ലോറി നിങ്ങൾ ഒഴുക്കി വിട്ടോളൂ. ഗംഗാവാലിപ്പുഴയിൽ എനിക്ക് എന്റെ ലോറി വേണ്ട, എന്റെ തടി വേണ്ട, എനിക്ക് എന്റെ കൂടപ്പിറപ്പിനെ പോലെ എനിക്ക് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി വളയം പിടിച്ച എന്റെ അർജുനനെ മതി, എന്റെ അർജുന മതി എന്ന് പറയുന്ന മനാഫുണ്ട്. എന്റെ മനുഷ്യ, ഇതാണ് മലയാളത്തിന്റെ മുഖം, ഇതാണ് കേരളത്തിന്റെ മുഖം. 71 ദിവസം അർജുനെ കാത്തു നിന്ന മനാഫ് ആ ഹൃദയത്തിന്റെ മുമ്പിലാണ്, ആ സ്നേഹത്തിന്റെ മുമ്പിലാണ്, ജാതിയില്ലാത്ത, മതമില്ലാത്ത ഒരേ ഒരു ജാതി, മനുഷ്യൻ എന്ന ജാതിയുടെ മുമ്പിൽ എല്ലാം സമർപ്പിച്ച ഈ മനുഷ്യരൂപങ്ങളാണ് ഈ കെട്ടകാലത്ത് നമ്മുടെ പ്രതീക്ഷ. അർജുൻ നമ്മുടെ പ്രതീക്ഷയാണ്. എത്ര പെട്ടെന്നാണ് അവൻ നമ്മുടെ വീട്ടിലെ അംഗമായത്! കഴിഞ്ഞ 3 ദിവസങ്ങളായി അർജുനെ കിട്ടിയോ, ലോറി കിട്ടിയോ, മഡ്ഗാർഡ് കിട്ടിയോ? എത്രമേൽ ആകാംക്ഷയോടെയാണ് നമ്മളെല്ലാവരും അന്വേഷിച്ചത്. 71 ദിവസമായി നാം നമ്മുടെ കൂടപ്പിറപ്പ് പോലെ അർജുൻ കൂടെ ഉണ്ടായിരുന്നു, മനാഫ് ഉണ്ടായിരുന്നു. ഗംഗാവാലിപ്പുഴയുടെ തീരത്ത് 71 ദിവസം തന്റെ തൊഴിലാളിയെ കാത്തുനിന്ന ഒരു ഉടമയെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുവെങ്കിൽ ഈ കെട്ടകാലത്ത്, ഈ അസുരകാലത്ത്, ഈ വർഗീയത വല്ലാതെ മനുഷ്യനെ കാർന്നു നിൽക്കുന്ന കാലത്ത് പ്രതീക്ഷകളുടെ മുഖമായി മനാഫ് മാറുന്നു, അർജുൻ മാറുന്നു. ഈ പ്രതീക്ഷകളാണ് നമ്മെ എപ്പോഴും ഈ മതേതരത്വ ചേരിയിൽ നിലനിർത്തേണ്ടത്, മനുഷ്യന്റെ ഭാഗത്ത് നിലനിർത്തേണ്ടത്. തൊഴിലാളി അത് വെറും ഒരു തൊഴിലാളിയല്ല, അടിമ അത് വെറും ഒരു അടിമയല്ല, അടിമ അതൊരു വെറും അടിമയല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ അബസ. സൂറത്തുൽ അബസ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ആ സൂറത്ത് അവതരിച്ചത് എങ്ങനെയെന്നറിയോ? 2 കണ്ണും കാണാൻ കഴിയാത്ത അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം എന്ന പാവപ്പെട്ട അടിമ, 2 കണ്ണും കാണാത്ത അന്ധനായ പാവപ്പെട്ട ഒരടിമ ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ മുമ്പിലിരിക്കുന്ന പൗരപ്രമുഖന്മാരുടെ ഇടയിലേക്ക് ഒരു അടിമ വന്നപ്പോ അസ്വസ്ഥതയോടെ ഹബീബ് മുഖം ചുളിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞ് അനുമതിക്ക് കാത്തു നിൽക്കുമ്പോ എന്തിനാണ് ഉമ്മു മക്തൂം ഇവിടേക്ക് വന്നതെന്നോർത്ത് ഹബീബായ നബി തങ്ങൾ മുഖം ചുളിച്ചു പോകുന്നുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ആയത്തിറങ്ങിയത് നബിയേ അബസ വതവല്ല അനജാഹുൽ അമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ അബസ വതവല്ല അങ്ങയുടെ മുഖം ചുളിഞ്ഞു പോയ നബിയേ അനജാഹുൽ അമാ ഒരന്തരായ മനുഷ്യൻ അങ്ങയുടെ ചാരത്തോട്ട് വന്നപ്പോ അങ്ങയുടെ മുഖം ചുളിഞ്ഞു പോയ നബിയേ. സഹോദര, അത്ഭുതം അവിടെയല്ല, താൻ കടന്നു വന്നപ്പോ ഹബീബായ നബി തങ്ങളുടെ മുഖം ചുളിഞ്ഞത് ആ സഹാബി കണ്ടിട്ട് പോലുമില്ല. ആ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ചുളിഞ്ഞത് ആ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം പോലും അറിഞ്ഞിട്ടില്ല. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ് അബസ വതവല്ല അനജാഹുൽ അമാ. യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചുളിഞ്ഞത് കണ്ടിട്ട് പോലുമില്ല. അടിമയാണെന്നോർത്ത്, തൊഴിലാളിയാണെന്നോർത്ത് മാറ്റി നിർത്തല്ലേ നബിയേ, അവജ്ഞയോടെ അകലത്ത് നിർത്തല്ലേ നബിയേ. മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ ഓതുകയാണ് അബസ വതവല്ല അനജാഹുൽ അമാ. ഒരന്തൻ വന്നപ്പോ അങ്ങയുടെ മുഖം ചുളിഞ്ഞോ. ആരാണ് ഓതുന്നത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആരാ ഓതുന്നത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങയുടെ മുഖം ചുളിഞ്ഞോ നബിയെ. അടിമകളെ അകറ്റി നിർത്തരുത്, തൊഴിലാളിയോട് വിവേചനമരുത്. അങ്ങനെ ഒരു അവജ്ഞ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോ ഹബീബിനെ പോലെ ശാസിച്ചിട്ട് മാതൃക കാണിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം അല്ലാഹു നമുക്കതിനെ പിൻപറ്റാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്കതിനെ പിൻപറ്റാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ